ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി രണ്ടാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിലെ ടെക്സ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയുന്നത്. അടുത്ത ഫില്ലാണ് ലാന്തനോയിഡ്സും ആക്റ്റിനോയിഡ്സും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പീരിയോഡിക് ടേബിൾ എടുക്കും. പീരിയോഡിക് ടേബിളിൻ്റെ നമുക്ക് അവസാനത്തെ 2 പീരീഡുകളിൽ 6ാമത്തെ 7ാമത്തെയും പീരീഡിലും ഉൾക്കൊള്ളിക്കാൻ പറ്റാതെ ആറ്റോമിക് നമ്പർ 57 മുതൽ 89 മുതലുള്ളത് നമ്മൾ പുറത്ത് വേറൊരു ഒരു ഗ്രൂപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ലാന്തനോയിഡ്സും ആക്റ്റിനോയിഡ്സും. ഹാവ് യു നോട്ടീസ്ഡ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ 6th പീരിയഡ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ. അതിലെ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ പൊസിഷൻ ഓഫ് ലാന്തനം. അത് ആറ്റോമിക് നമ്പർ 57 ആണ്. ആൻഡ് 14 എലമെന്റ്സ് ഫോളോയിങ് ഇറ്റ്. ഈ ലാന്തനത്തെ തുടർന്ന് വരുന്ന 14 എലമെന്റ്സ് അത് പീരിയോഡിക് ടേബിളിലെ അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. പീരിയോഡിക് ടേബിൾ നമ്മൾ പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ്, അതായത് പീരിയോഡിക് ടേബിളിലെ ഏറ്റവും അടിയിൽ കിടക്കുന്ന സംഭവമാണ് അതിൻ്റെ പൊസിഷൻ അറ്റ് ദ ബോട്ടം ഓഫ് ദ പീരിയോഡിക് ടേബിൾ. സിമിലർലി ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ആക്ടീനിയം. ആറ്റോമിക് നമ്പർ 89 ആണ്, അതും അതിൻ്റെ തൊട്ട് താഴെയാണ്. ആൻഡ് 14 എലമെന്റ്സ് ഫോളോവിങ് ഇൻ ദ 7th പീരീഡ്. അപ്പോൾ 7th പീരീഡിൽ ആക്ടീനിയം മുതൽ പിന്നെയുള്ള 14 എണ്ണം, അതും ആ 7th പീരീഡിൽ കാണാൻ പറ്റില്ല, അതും ഏറ്റവും താഴെയായിരിക്കും. ഇൻ ദ സെക്കൻഡ് റോ അറ്റ് ദ ബോട്ടം ഓഫ് ദ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിൾ നമ്മൾ പറഞ്ഞ താഴത്തെ ഗ്രൂപ്പിൽ ആ രണ്ടെണ്ണം 2 ഗ്രൂപ്പുകളായിട്ട് താഴെ 2 ഗ്രൂപ്പ് എന്ന് വെച്ചാൽ പീരിയോഡിക് ടേബിൾ ഗ്രൂപ്പല്ല ഉദ്ദേശിച്ചത്, താഴെ കിടക്കുന്ന ആ കോളത്തിൽ 2 ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പീരിയോഡിക് ടേബിൾ ഏറ്റവും താഴെയുള്ളതാണ് ഈ പറഞ്ഞ ആക്ടീനിയം മുതലുള്ള ആറ്റോമിക് നമ്പർ 89 മുതൽ അതിൻ്റെ തൊട്ട് മുകളിൽ കിടക്കുന്നത്. അത് ഒരുമിച്ചാണ് ഒരു കോളത്തിലാണ് കൊടുത്തേക്കുന്നത്. അതാണ് ലാന്തനോയിഡ്സും ആക്റ്റിനോയിഡ്സും. അതിൽ 57 മുതൽ 14 എലമെന്റ്സും അതിൻ്റെ തൊട്ട് താഴെ 89 മുതൽ 14 എലമെന്റ്സും, അതായത് 6ാമത്തെ പീരീഡിലെയും 7ാമത്തെ പീരീഡിലാണ് പീരിയോഡിക് ടേബിൾ കിടക്കുന്നത്. അതാണ് ഈ ലാന്തനോയിഡ്സും ആക്റ്റിനോയിഡ്സും. ഇൻ ദ 6th പീരീഡ് ലാന്തനം ആൻഡ് ദ 14 elements following it have been arranged separately at the bottom of the periodic table. The elements from lanthanum La atomic number 57 to Lu atomic number 71 known as lanthanoids. അതുപോലെ തന്നെ ഇൻ ദ 7th പീരീഡ് ആക്ടീനിയം തുടർന്ന് 14 elements following it have been given a separate position below lanthanoids. ലാന്തനോയിഡ്സിന്റെ തൊട്ട് താഴെ ആക്ടീനിയം മുതൽ ആറ്റോമിക് നമ്പർ 103 മുതൽ അതിനെയാണ് ആക്റ്റിനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഇനി പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. ഇപ്പോൾ പീരിയോഡിക് ടേബിളിന്റെ ഈ പ്രത്യേകത ലിഥിയം സോഡിയം ടേബിൾ വന്നിട്ടുണ്ട്. ടേബിളിൽ നോക്കുക, ലിഥിയം സോഡിയം പൊട്ടാസ്യം റുബീഡിയം അങ്ങനെ താഴേക്ക് പോകുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ താഴേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോ പീരീഡുമായി താഴെ പോകുമ്പോൾ എപ്പോഴും താഴേക്ക് വരുന്തോറും ഓരോ ഷെൽ നമ്പർ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2, 1, 2, 8, 1, 2, 8, 8, 1, 2, 8, 18, 8, 1 അങ്ങനെ വരുമ്പോൾ ഓരോ ഷെൽ നമ്പർ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഷെൽ നമ്പർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ ആറ്റത്തിൻ്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ചോദിച്ചിട്ടുണ്ട്, what change do you observe in the number of shells on moving down the group? ഗ്രൂപ്പിൽ താഴേക്ക് പോകുന്തോറും നമ്പർ ഓഫ് ഷെൽസിൽ എന്ത് സംഭവിക്കുന്നു, എന്ത് ചേഞ്ച് ആണുള്ളത്? ഇവിടെ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ്. ഹൗ ഡസ് ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ് ഇൻഫ്ലുവൻസ് ദ സൈസ് ഓഫ് ദ ആറ്റം? സൈസ് ഓഫ് ദ ആറ്റവും നമ്പർ ഓഫ് ഷെൽസ് കൂടുമ്പോൾ പുറമേക്ക് ഓരോരോ ഷെല്ല് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്പർ ഓഫ് atom increases, size of atom increases. അടുത്ത ഇതാണ്, what change do you observe in the number of protons with the increase in the atomic number? ആറ്റോമിക് നമ്പർ കൂടുമ്പോൾ നമുക്ക് നേരത്തെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് തന്നെ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിച്ചിട്ടുണ്ട്. ആറ്റോമിക് നമ്പർ കൂടെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻക്രീസിങ് ആറ്റോമിക് നമ്പറിൽ നമുക്ക് എന്ത് ചേഞ്ച് ആണ് കാണാൻ പറ്റുന്നത്? നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അപ്പോൾ number of protons increases. If so, what happened to the nuclear charge with the increase in the atomic number? Atomic number കൂടുമ്പോൾ അവിടെ
ന്യൂക്ലിയർ ചാർജും ഇൻക്രീസ് ചെയ്യും. വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ് the force of attraction between the nucleus and outermost electrons increases. If so, what happened to the size of the atom? അതായത് പ്രോട്ടോണിന്റെ എണ്ണം കൂടുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക്, മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൽ ഷെല്ലുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഷെല്ലുകളുടെ എണ്ണം അല്ലെങ്കിൽ പീരീഡ് നമ്പർ കൂടുന്നു. അപ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കും. ഇനി ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ, ആറ്റം നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഒരു പീരീഡിൽ തന്നെയാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ അവിടെ പ്രോട്ടോണുകളുടെ എണ്ണം കൂടുന്നു, അതുപോലെ തന്നെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂടുന്നു. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസും, പുറമേ കിടക്കുന്ന ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യും. അത് തമ്മിൽ അട്രാക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ഈ ഷെല്ലിൻ്റെ വലിപ്പം ചുരുങ്ങി അത് ന്യൂക്ലിയസിലേക്ക് കുറച്ചുകൂടി അടുക്കുന്നു. ഇഫ് സോ വാട്ട് ഹാപ്പൻസ് ടു സൈസ് ഓഫ് ദി ആറ്റം? അപ്പോൾ ആറ്റത്തിൻ്റെ സൈസിന് എന്ത് സംഭവിക്കും? അപ്പോൾ സൈസ് ഓഫ് ആറ്റം ഡിക്രീസ് ചെയ്യും. കുറച്ചുകൂടെ ന്യൂക്ലിയസിലേക്ക് അടുക്കുന്നു ഷെല്ല്. അപ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. സൈസ് ഓഫ് ആറ്റം ഡിക്രീസസ്. സൈസ് ഓഫ് ആറ്റം ഡിക്രീസസ്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ഡൗൺ എ ഗ്രൂപ്പ്. Its effect is overcome by increase in the number of shells and hence the size of atom increases. ന്യൂക്ലിയർ ചാർജ് ഒരു ഗ്രൂപ്പിൽ താഴേക്ക് പോകുമ്പോൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് അതിനെ ഓവർകം ചെയ്യുന്നത് ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ്. അപ്പോൾ ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുകയാണ് ചെയ്യുന്നത്. കാരണം അവിടെ നമ്പർ ഓഫ് ഷെൽസ് കൂടുന്നു. ഇനി പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് കുറയും. ഒന്നുകൂടെ ഓർത്ത് നോക്കാം, ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു, അപ്പോൾ അട്രാക്ഷൻ കൂടുന്നു, ആറ്റത്തിൻ്റെ വലിപ്പം കുറയുന്നു. ഇനി മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ, ടോപ്പ് ടു ബോട്ടം താഴേക്ക് വരുമ്പോൾ അവിടെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതുകൊണ്ട് ആറ്റത്തിൻ്റെ വലിപ്പം കുറയുമല്ല, കൂടുകയാണ് ചെയ്യുന്നത്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഇറ്റ്സ് എഫക്റ്റ് ഈസ് ഓവർകം ബൈ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ് ആൻഡ് ഹെൻസ് ദ സൈസ് ഓഫ് ആറ്റം ഇൻക്രീസസ്. അപ്പോൾ മുകളിൽ താഴേക്ക് വരുമ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. ഇനി ഒരേ പീരീഡിൽ തന്നെ ആണെങ്കിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുകയാണ് ചെയ്യുന്നത്. ഇതിനടുത്ത ക്വസ്റ്റ്യൻ, ഡു യു ഒബ്സർവ് എനി ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ് ഓൺ മൂവിങ് എലോങ് എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്? ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകുമ്പോൾ നമ്പർ ഓഫ് ഷെൽസ്, ഷെല്ലിൻ്റെ എണ്ണത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. നോ ചേഞ്ച്. ഡസ് ദ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്? ഞാൻ നേരത്തെ പറഞ്ഞു ന്യൂക്ലിയർ ചാർജ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. വാട്ട് ഹാപ്പൻസ് ടു the attractive force of nucleus towards the outermost electrons from left to right? ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ, അത് ഞാൻ നേരത്തെ ടേബിൾ കാണിച്ചപ്പോൾ പറഞ്ഞാണ്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻക്രീസസ്. വാട്ട് ചേഞ്ച് ടേക്ക് പ്ലേസ് ഇൻ ദ സൈസ് ഓഫ് ആറ്റം? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, നേരത്തെ പറഞ്ഞ തന്നെ, ഇൻക്രീസ് ചെയ്യുമ്പോൾ അട്രാക്ഷൻ കൂടുന്നു, അപ്പോൾ സൈസ് ഡിക്രീസ് ചെയ്യും. സൈസ് ഓഫ് ആറ്റം ഡിക്രീസ്. Moving along a period from left to right, there is no change in the number of shells, but nuclear charge increases gradually. The attractive force of nucleus on the outermost electron increases. Hence, the size of the atom gradually decreases. ഇപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവിടുത്തെ അട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആറ്റത്തിൻ്റെ വലിപ്പം കുറയുകയാണ് അവിടെ ചെയ്യുക. You have seen the change in the size of the atom in group and period. ഗ്രൂപ്പിലും പീരീഡിലും കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, അത് തന്നെ അവിടെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചേക്കുന്നത്. ഇഫ് സോ, വേർ ക്യാൻ യു ലൊക്കേറ്റ് ദ കമ്പാരിറ്റീവ്ലി ബിഗർ ആറ്റം ഇൻ ദ പീരിയോഡിക് ടേബിൾ? അപ്പോൾ താഴേക്ക് പോകുന്തോറുമാണ് ഷെല്ലുകളുടെ എണ്ണം കൂടുക. ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോഴാണ് ആറ്റത്തിൻ്റെ വലിപ്പവും കൂടുക. അപ്പോൾ ഏറ്റവും വലിയ ആറ്റം അറ്റ് ദ ബോട്ടം ആയിരിക്കും. അതും എവിടെയായിരിക്കും? ലെഫ്റ്റ് സൈഡിലായിരിക്കും. അതുപോലെ വേറെ ദ സ്മോളർ ആറ്റം
ടോപ്പിലായിരിക്കും, ടോപ്പ് റൈറ്റ് സൈഡ് ആയിരിക്കും. മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ് ദ സൈസ് ഓഫ് ആൻ ആറ്റം ഇൻക്രീസസ്, ദ സൈസ് ഓഫ് വൺ ആറ്റം ഡിക്രീസസ് ഓൺ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എലോങ് എ പീരീഡ്. ഇനിയുള്ളത് ലെറ്റസ് അസസ് നമ്മുടെ ഫൈനൽ അവസാനത്തെ ടെക്സ്റ്റിനകത്ത് വിശദീകരിച്ച് പറയേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇതുവരെ നമ്മൾ ചെയ്തത് ടെക്സ്റ്റ് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസും അതിനകത്തെ ഫില്ല് ചെയ്യാനുള്ള ടേബിളുകളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ ചെയ്ത് ഈ വീഡിയോ അതുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ലെറ്റസ് അസസിലെ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.